ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. മരണാനന്തര ജീവിതം എന്ന വിഷയത്തെ ആസ്പദമാക്കി ദൈവവചനത്തിൽ നിന്നും സംസാരിക്കുന്നത് സഹോദരൻ ജോൺ പി തോമസും സഹോദരൻ ജോൺ സെബാസ്റ്റ്യനും. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പൗലോസ് മരണത്തോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ഈ ഒരു പദം അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ആ ഭാഗം ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 5:1 കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പിണിയല്ലാത്ത നിത്യഭവനമായ ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. താഴോട്ട് വായിക്കുമ്പോൾ ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. ശരീരത്തിൽ വസിക്കുന്നതും ശരീരം വിടുന്നതും പറഞ്ഞു. ഈ ശരീരത്തിൽ വസിക്കുന്നതിനുള്ള ബന്ധത്തിൽ പൗലോസ് പറയുന്ന പദമാണ് കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം. വസിക്കുന്ന ഒരു പ്രതലമാണ് കൂടാരം. പൗലോസ് ഒരു കൂടാരപ്പണിക്കാരനായിരുന്നു. തന്റെ ജോലി അതായിരുന്നു. താനൊരു ക്രിസ്തീയ അപ്പോസ്തലനാണെങ്കിലും തൻ്റെ ഭൗമികമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ താനൊരു കൂടാരപ്പണി ചെയ്തുകൊണ്ട് ജീവിച്ചു. അത് ശരി. ആ കാലങ്ങളിലെ കൂടാരപ്പണിയിൽ വളരെ വ്യക്തമായിട്ട് തനിക്കറിയാമായിരുന്നു കൂടാരങ്ങൾ പ്രായം ചെല്ലുന്തോറും നാളുകൾ കഴിയുന്തോറും അതിന് ക്ഷയം സംഭവിക്കും, അതിൻ്റെ ബലം കെട്ടുപോകും, അതിൻ്റെ നിറങ്ങൾ മങ്ങും. തൻ്റെ കൈകൾ കൊണ്ട് ധാരാളം കൂടാരങ്ങൾ താൻ തുന്നി തയ്ച്ച് വൃത്തിയാക്കി വീണ്ടും വാസയോഗ്യമാക്കിയിട്ടുണ്ട്. അതുപോലെ ഈ ശരീരത്തെ ഒരു കൂടാരമെന്ന് താൻ പറയുമ്പോൾ ഈ ശരീരം നാളുകൾ കഴിയുമ്പോൾ ബലഹീനമാകും. ഡോക്ടേഴ്സ് മരുന്ന് തരുന്നു, നമ്മൾ വ്യായാമം ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ നമ്മുടെ ശരീരത്തെ ടേക്ക് കെയർ ചെയ്യുന്നു. എന്തെല്ലാം ചെയ്താലും കാലങ്ങൾ കഴിയുമ്പോൾ ഒരു കൂടാരത്തിന് വെയർ ആൻഡ് ടയർ, അതായത് അതിന്റെ ക്ഷയം സംഭവിക്കുന്നത് പോലെ ഈ ശരീരത്തിന് അതിന്റെ ക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കും. മനുഷ്യ ശരീരം ക്ഷയിച്ചുകൊണ്ടിരിക്കും ഒന്നാണ്. മറ്റു ഭാഗങ്ങളിൽ ഞാൻ എടുത്ത് കാണിക്കാം. എന്നാൽ എനിക്ക് അവിടെ ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ളൊരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ യൗവനത്തിൽ ജീവിച്ച പോലാണോ ഇന്ന് നമ്മൾ ജീവിക്കുന്നത്? പ്രായം നമ്മളെ കയറി പിടിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് കാണണമെങ്കിൽ കണ്ണാടി വേണം, തലമുടിയൊക്കെ നരച്ചു തുടങ്ങി, പല്ലിൻ്റെയൊക്കെ ബലം ക്ഷയിച്ചു തുടങ്ങി. നമുക്കിന്ന് ചെറുപ്പത്തിലെ പോലെ കയറ്റങ്ങൾ ഓടി കയറാൻ കഴിയുന്നില്ല. ശബ്ദത്തിന്റെ മാധുര്യം കുറയുന്നു. നമ്മൾ അറിയാതെ നമ്മൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. കൂടാരത്തിന് ഇങ്ങനെ വാസ്തവത്തിൽ ആ പഴകിയതിൻ്റെ അനുഭവങ്ങൾ നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്. ഒരു ദിവസം ഈ കൂടാരം നിലംപരിചാകും. പൗലോസിന്റെ കരങ്ങൾ കൊണ്ട് എത്ര നന്നായി കൂടാരം പണിതെടുത്താലും പൗലോസിനറിയാം ആ വെയിൽ കൊണ്ട് കാറ്റുകൾ അടിച്ച് മഴയൊക്കെ അനുഭവിച്ച് ആ കഴിയുന്ന കൂടാരങ്ങൾ ഒരു ദിവസം നിലംപരിചാകുമ്പോൾ കൂടാരത്തിൽ വസിക്കുന്നവർ പുറത്തു പോകും. ഇത് തന്നെയാണ് മനുഷ്യ ശരീരം. മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ശരീരത്തിന്റെ ഉള്ളിൽ ദേഹിയും ആത്മാവും വസിക്കുന്നു, സോൾ ആൻഡ് സ്പിരിറ്റ്. ഈ ശരീരം താഴെ വീഴുമ്പോൾ ഇതിൻ്റെ അകത്ത് വസിക്കുന്ന ദേഹിയും ആത്മാവും ഇവിടെ നിന്ന് പുറത്തു വരും. വളരെ വ്യക്തമായ സഭാപ്രസംഗം 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ സംഭവങ്ങളുടെ വിവരണം ബൈബിളിൽ കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. സഭാപ്രസംഗം 12-ാം അധ്യായത്തിലെ അല്പം ദീർഘമായൊരു ഭാഗമാണെങ്കിലും നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യൻ വെളിച്ചവും ചന്ദ്രൻ നക്ഷത്രങ്ങൾ വിരുണ്ടു പോവുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരാതിരിക്കുകയും ചെയ്യും മുമ്പേ തന്നെ അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും, ബലവാന്മാർ കുനിയും, അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും, കിളിവാതികൾ കൂടെ നോക്കുന്നവർ അന്ധന്മാരാകും, തെരുവിലെ കഥകൾ അടയും, അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും, പക്ഷികളുടെ ശബ്ദത്തിങ്ങൾ ഉണർന്നു പോകും, പാട്ടുകാരത്തിങ്കലൊക്കെയും തളരുകയും ചെയ്യും. അന്ന് അവർ കയറ്റത്തെ പേടിക്കും, വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും, ബദാമൃക്ഷം പൂക്കും, തുള്ളൻ ഇഴഞ്ഞു നടക്കും, രോചനക്കുരു ഫലിക്കാതെ വരും, മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. 7-ാം വാക്യം പൊടി കൊണ്ടായിരുന്ന പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. അപ്പൊ ഈ ഭാഗം ഈ മനുഷ്യൻ ജനിച്ച് മിടുക്കനായിട്ട് വളർന്ന് ആരോഗ്യവാനായിട്ട് വന്ന് ഏറ്റവും ഒടുവിൽ മരണത്തോടുകൂടെ അവൻ ബൈ പറഞ്ഞ് യാത്ര പറയുന്ന ഒരു രംഗമാണോ ആ വിവരണം? എത്ര വ്യക്തമായിട്ടാണ് ബൈബിൾ അത് വെളിപ്പെടുത്തിയിരിക്കുന്നത്! എത്ര മനോഹരമായൊരു കാവ്യം പോലാണ് അതിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവന് ഓരോ കാലഘട്ടം കഴിയുമ്പോൾ അവന് അരയ്ക്കുന്നവർ ചുരുക്കമാകും,
തെരുവിലെ കഥകൾ അടയും. ഈ അരയ്ക്കുന്നവർ എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ശാരീരികമായ പല്ലുകളുടെ എണ്ണങ്ങൾ കുറയും. അതാണ് അരയ്ക്കുന്നവർ. കിളിവാതിലുകൾ, കണ്ണുകളൊക്കെ മങ്ങിത്തുടങ്ങും. അവസാനം അങ്ങനെ കയറ്റത്തെ പേടിക്കും. പ്രായം ചെല്ലുമ്പോൾ വഴിയിൽ ഭീതിയുള്ളതായി തോന്നും. പക്ഷി ചിലയ്ക്കുമ്പോൾ തന്നെ ഉണർന്നു പോകും. പ്രായം ചെല്ലുമ്പോൾ പ്രയാസങ്ങളാണ്. ബദാം പുഷ്പം പൂക്കും. അവസാനം രോചനക്കുരുവും ഫലിക്കാതെ വരും. മരുന്ന് ഫലിക്കാതെ വരും. മനുഷ്യൻ തന്റെ ശാശ്വത വനത്തിലേക്ക് പോകും. മരണാനന്തര ജീവിതത്തെ പറ്റി വിശദമാക്കുന്നതിന് ക്രിസ്തു വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ള രണ്ട് മനുഷ്യർക്ക് സംഭവിച്ചത് എന്താണെന്ന് ചിത്രീകരിക്കുന്നുണ്ട്. ധനവാനായ ഒരു മനുഷ്യനും ശരീരം മുഴുവനും വ്രണം നിറഞ്ഞ് ദരിദ്രനായി ജീവിച്ച മറ്റൊരാളും. രണ്ടുപേരും ഒരുപോലെ മരിച്ചു. എന്നാൽ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത അവസ്ഥയിലേക്കും സ്ഥലങ്ങളിലേക്ക് നീക്കപ്പെട്ടു എന്നാണ് ക്രിസ്തു പഠിപ്പിച്ചത്. പാപത്തിൽ രസിച്ച് ദൈവത്തെ മറന്ന് ജീവിക്കുന്നവർ നിത്യനരകം എന്ന യാതനാസ്ഥലത്തേക്ക് പോകേണ്ടതായി വരും. പാപത്തെക്കുറിച്ച് അനുദപിച്ച് ക്രിസ്തുവിൽ നിന്ന് പാപമോചനവും ആത്മരക്ഷയും സമാധാനവും സ്വന്തമാക്കുന്നവർ നിത്യസ്വർഗത്തിനും അവകാശികളാകും എന്ന് ക്രിസ്തു തന്റെ ഇഹലോക ജീവിതത്തിലെ പഠിപ്പിക്കലുകളിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗവും നരകവും ഒക്കെ ഈ ഭൂമിയിൽ തന്നെ അല്ലേ സാറേ? മനുഷ്യ ജീവിതത്തിലെ രണ്ടവസ്ഥ എന്ന് മനസ്സിലാക്കിയാൽ പോരെ? ഈ സ്വർഗവും നരകവും ഒക്കെ ഈ ഭൂമിയിലാക്കാൻ ശ്രമിക്കുന്നവർ ഇന്ന് അനവധിയുണ്ട്. സൂര്യഗോളം വെറും ഒരു മിഥ്യയാണെന്നും പ്രകാശം കേവലം ഒരു തോന്നൽ മാത്രമാണെന്നും പറയുന്നത് പോലെയാണ് സ്വർഗവും നരകവും ഇല്ലെന്ന് പറയുന്നതും. ക്രിസ്തു പറഞ്ഞത് പാപത്തിൽ ജീവിച്ച് മരിക്കുന്ന ഏവർക്കും നിത്യനരകത്തിൽ നിത്യദണ്ഡനം ഉണ്ടെന്നാണ്. പാപത്തെ വെറുത്ത് പാപികളുടെ രക്ഷകനായ ക്രിസ്തുവിൽ ആശ്രയവും ആശ്വാസവും അതിക്രമങ്ങളുടെ മോചനവും ഈ ഭൂമിയിൽ വെച്ച് തന്നെ കണ്ടെത്തുന്നവർക്ക് നിത്യസ്വർഗത്തിൽ നിത്യസന്തോഷം ദൈവത്തോടുകൂടെ ഉണ്ടെന്ന് അസന്നിഗ്ധമായി ക്രിസ്തു പറഞ്ഞു. സ്വർഗവും നരകവും യഥാക്രമം സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും രണ്ടവസ്ഥയായിരിക്കുന്നത് പോലെ രണ്ട് സ്ഥലങ്ങളും ആണ്. മരണശേഷം മനുഷ്യന് സ്വർഗത്തിലോ നരകത്തിലോ എവിടെ പോകണമെന്ന് തീരുമാനിക്കാൻ ഈ ഭൂമിയിലെ ജീവിതത്തിൽ വെച്ച് തന്നെ സാധിക്കുമോ? തീർച്ചയായും സാധിക്കും. അത് സാധിക്കണമെന്നുള്ളതാണ് ദൈവം ഓരോ മനുഷ്യ ജീവിതത്തെ പറ്റിയും ആഗ്രഹിക്കുന്നത്. ക്രിസ്തു പറഞ്ഞത് ഇതാണ്. ബൈബിളിൽ നിന്ന് വായിക്കുന്ന ഭാഗം ശ്രദ്ധിക്കണമേ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അവൻ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കാൻ സാധ്യതയുണ്ടെന്നല്ല, ജീവിക്കുമെന്നാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നല്ല, നിത്യജീവൻ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ മരണത്തിൽ നിന്നും ജീവങ്കിലേക്ക് കടക്കും എന്നല്ല, കടന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ മരണത്തിന് മുമ്പേ ഏത് മനുഷ്യരും ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. എന്തെങ്കിലും കുറെ കാര്യങ്ങൾ ക്രിസ്തുവിനെ പറ്റി വിശ്വസിക്കുന്നതല്ല വിശ്വാസം എന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. പാപിയായ എന്റെ മരണശിക്ഷ, പാപശിക്ഷയായ മരണത്തിന് പ്രായശ്ചിത്തമായി ക്രിസ്തു ക്രൂശന്മേൽ മരിച്ചു എന്ന് നാം വ്യക്തിപരമായി വിശ്വസിക്കണം. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ നാം ആശ്രയം വയ്ക്കണം. അങ്ങനെ ചെയ്യുന്നവർക്ക് ഈ ലോക ജീവിതവും മരണാനന്തര ജീവിതത്തിലും സൗഭാഗ്യവും സമാധാനവും അനുഭവിക്കാവുന്നതാണ്. പ്രിയ സ്നേഹിതരെ, മരണാനന്തര ജീവിതത്തെപ്പറ്റി ഒരു നിശ്ചയവുമില്ലാത്തവരായിട്ടാണോ നിങ്ങൾ ജീവിക്കുന്നത്? മരണശേഷം മനുഷ്യാത്മാവ് അനന്തമായി തുടരുന്നു എന്ന് ഗ്രഹിച്ചിട്ടുണ്ടോ? മനുഷ്യൻ ചെയ്യുന്ന സകല അധർമ്മത്തിനും മരണശേഷം ഒരു ന്യായവിധി ഉണ്ടെന്ന് നിങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടോ? മരണാനന്തരം ഒരു ജീവിതമുള്ളതിനാൽ അതിനൊരു തയ്യാറെടുപ്പ് നടത്തിയവരാണോ നിങ്ങൾ ഓരോരുത്തരും? ഇല്ലെങ്കിൽ നിങ്ങളെ സഹായിപ്പാൻ ഇതാ ഒരു രക്ഷകൻ, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു.